بالذي لا أعلم إنك أو علانية ഒന്നും പറച്ചില്ല കേട്ടോ, ഒന്നും പറച്ചില്ലേ കേട്ടോ. അള്ളാഹു ബർക്കത്ത് നൽകട്ടെ കേട്ടോ. തെറ്റിയതല്ല കേട്ടോ. ഇൻഷാ അല്ലാഹ് ട്രോളന്മാർക്ക് ട്രോളാക്കാൻ നമ്മുടെ അവസരം ഉണ്ടായി കൊടുക്കുക കേട്ടോ. അള്ളാഹു ബർക്കത്ത് നൽകട്ടെ ഇൻഷാ അല്ലാഹ് കേട്ടോ. അതെ, വായിക്കാൻ അറിയില്ല ഇൻഷാ അല്ലാഹ് കേട്ടോ. ഇൻഷാ അല്ലാഹ്. അള്ളാഹു ഞാൻ വലിയ ഭാഗ്യവാനാ. സുബ്ഹാനല്ലാഹ്, ഇത്ര വലിയ ഭാഗ്യവാനാ. അള്ളാഹു ഓരോരോ മരുന്ന് റബ്ബന്നെ ഇട്ട് തരും അല്ലേ. ഇൻഷാ അല്ലാഹ്. എന്താ ഭാഗ്യവാനല്ലേ. കാണാതെ ഓതുന്നതിനേക്കാൾ കൂലക്ക ശരിയാണ്. കണ്ടിട്ട് പോലും അറിയാത്ത തങ്ങൾ പാപ്പാനോട് നിങ്ങൾ കാണാതെ ഓതാൻ പറഞ്ഞാല് മെസ്സേജ് കാണാതെ ആരാണത്? മനുഷ്യരോട് കണ്ടിട്ടാണ് ഓതാൻ അറിയുന്നത്. വല്ലാത്ത കഥ. കണ്ടിട്ട് ശരിക്കും എല്ലാ പിന്നെ എല്ലാ കാര്യത്തിലും എങ്ങനെയാണ് നമ്മുടെ ഞാൻ അറിയുന്ന, ഒരു പക്ഷേ ഞാൻ പേര് പറഞ്ഞാൽ നിങ്ങൾ പലരും അറിയുന്ന ഒരു പ്രധാനപ്പെട്ട നമ്മുടെ ഒരു പണ്ഡിതൻ. ആ പണ്ഡിതൻ ജോലി ചെയ്യുന്ന മഹല്ലിലെ ഒരു സഹോദരി അദ്ദേഹത്തിന് വിളിക്കുകയാണ്. ആ സഹോദരി അദ്ദേഹത്തിന് വിളിച്ചിട്ട് ചോദിക്കുകയാണ്, ഉസ്താദേ, തങ്ങളെ കാണാൻ പോണ ആരോടും പറയാൻ വയ്യ, കുടുംബത്തിൽ പറയാൻ വയ്യ, അയൽവാസികളോട് പറയാൻ വയ്യ, ഇതിനെന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കി തരണം. എന്താണ്? ഉമ്മ കുറച്ച് ദിവസമായിട്ട് ഒരുതരം മാനസികമായ പ്രശ്നമെന്നോ അല്ലെങ്കിൽ ആള് വയലന്റ് ആയിട്ട് സംസാരിക്കുന്നോ എന്തോന്നറിയില്ല. ഉമ്മാക്ക് ഒരു തങ്ങളോടുള്ള ഭ്രമം വല്ലാതെ അങ്ങോട്ട് കൂടിയിട്ട് ഉമ്മ പറയാ, എനിക്ക് പുതിയ തുണി കുപ്പ എടുത്തരണം, ഡ്രസ്സ് എടുത്തരണം, കുറച്ച് കാശ് വേണം, ഞാൻ അങ്ങോട്ട് പോവാണെന്ന് പറഞ്ഞിട്ട് ഉമ്മ ഒരു തരം മാനസിക വിഭ്രാന്തി പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താ മാനസിക വിഭ്രാന്തി? അതിങ്ങനെ ഇത് രാവിലെയും വൈകുന്നേരം ഇങ്ങനെ ഓൺലൈൻ പരിപാടി കണ്ടുകൊണ്ടിരിക്കലാണ്. ഇപ്പൊ ഉമ്മ അതിനുണ്ട്, അഡിക്റ്റ് ആയിട്ടുണ്ട്. പക്ഷെ ഈ അഡിക്റ്റ് ആയത് മാത്രമല്ല, ഇപ്പൊ ഇങ്ങനത്തെ ഒരു വിഭ്രാന്തി പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മക്കളോടൊക്കെ കാശ് വഹിക്കുക, എനിക്ക് പുതിയ ഡ്രസ്സ് വേണം, ഞാൻ പെട്ടെന്ന് തങ്ങളെ കാണാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഉമ്മ ഇങ്ങനെ വിഭ്രാന്തി പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഉസ്താദ് എന്താ പറഞ്ഞിട്ട് മുഷാവറക്ക് ഉസ്താദ് പറഞ്ഞു, തൽക്കാലം ഫോണൊക്കെ ഒന്ന് വാങ്ങിക്കാൻ പറ്റുമോ? ആ ഫോണ് വാങ്ങി വെക്ക്, ഈ കാണലെന്ന് കുറച്ചാൽ തന്നെ കുറെ ഈ ഭ്രാന്ത് കുറയും. ആ ഫോണ് വാങ്ങി വെക്കാൻ വേണ്ടി പറഞ്ഞു. ഫോൺ വാങ്ങി വെച്ചപ്പോ ഈ സഹോദരി